എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ LD സിലബസിലെ കേരളം ഭരണം ഭരണ സംവിധാനം എന്ന ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സംസ്ഥാന സിവിൽ സർവീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ഭരണഘടനാ സ്ഥാപനങ്ങൾ എടുക്കാം കേട്ടോ. ഭരണഘടനാ സ്ഥാപനങ്ങൾ കഴിഞ്ഞ ശേഷം വേറെയുള്ള വിവിധ കമ്മീഷൻ, അതെല്ലാം എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടുള്ള കമ്മീഷനുകളുണ്ട് അല്ലേ, അത് നമുക്ക് പഠിക്കാം. അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇങ്ങനെ പോകാം കേട്ടോ. ഓർഡർ ആയിട്ട് നമുക്ക് ക്ലീൻ ആയിട്ട്, അതായത് വൃത്തിക്ക് നമുക്ക് പഠിച്ചു പോകാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. അപ്പൊ നമ്മൾ ഡെയിലി അതുപോലെ സിലബസിൽ നിന്ന് ഒരു ഏരിയ ഇന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. നമ്മൾ ക്ലാസ്സുകൾ കണ്ടു നോക്കുക. നമ്മൾ 2023 11 ക്വസ്റ്റ്യൻ പേപ്പർ LGS നിലവാരത്തിൽ കഴിഞ്ഞു. 11 ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ 11 എക്സാം എഴുതിയ ഫീൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ LGS ലെവലുള്ള എല്ലാ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് LD ലെവൽ എടുക്കും, പിന്നെ +2 ലെവൽ എടുക്കും, പിന്നെ 2022 ഫുൾ അതേപോലെ ഓർഡറിൽ വരും, 2021 വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന ഏരിയ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ കേരളത്തില് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ളത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും കേരള പബ്ലിക് സർവീസ് കമ്മീഷനും സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, ജില്ലാ ആസൂത്രണ കമ്മിറ്റി, ഇത് 4 ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ളത്. എന്താണ് ഈ ഭരണഘടനാ സ്ഥാപനം പറയുമ്പോൾ ഇതിന് എന്താണ് പ്രത്യേകമായിട്ട് ഒരു ആർട്ടിക്കിള് ഉണ്ടാകും. ഇപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 243 ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ടാകും അല്ലെ. ആർട്ടിക്കിളോട് കൂടിയിട്ട് ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ടാകും. അതാണ് എന്ത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ. 243 എന്ന് പറയുന്നുണ്ട് അല്ലെ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ആർട്ടിക്കിൾ 315 പറയും. അങ്ങനെ ആർട്ടിക്കിൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. നമ്മൾ ആദ്യം സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാം കേട്ടോ. സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ, ഇവിടെ നമ്മൾ കേന്ദ്രത്തിലെ ഇലക്ഷൻ കമ്മീഷൻ പഠിക്കുന്നില്ല. കാരണം അത് നമുക്ക് സുപ്രധാന നിയമങ്ങളിലെ കേന്ദ്രത്തിലെ എല്ലാ കമ്മീഷൻസും, അത് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് കേന്ദ്രതലത്തിലുള്ളത്, അത് സുപ്രധാന നിയമങ്ങളിൽ നമുക്ക് പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാം. 1993 ശ്രദ്ധിക്കണേ, അതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. 1993 ഡിസംബർ 3 എന്ത് വന്നത് സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. 1993 ഡിസംബർ 3 സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. പഠിച്ചല്ലോ. ഇനി ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ നമ്മൾ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള അടിസ്ഥാന കാര്യങ്ങൾ ആദ്യം മനസ്സിൽ ഉറപ്പിക്കണം. ഇത് എങ്ങനെ ചോദിച്ചാലും കൺഫ്യൂഷൻ വരാൻ പാടില്ല. 1992 ആണോ 93 ആണോ ഡിസംബർ 8 ആണോ ഇങ്ങനെയൊന്നും അവിടെ സംശയം വരാൻ പാടില്ല. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ അടിസ്ഥാന കാര്യങ്ങൾ ഒരു 4 സ്റ്റേറ്റ്മെന്റിൽ ഒരു 3 സ്റ്റേറ്റ്മെന്റും അടിസ്ഥാന കാര്യങ്ങളായിരിക്കും. അതിൽ ഒന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് കുറച്ചെങ്കിലും ഒരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻസ്. നമുക്ക് എലിമിനേഷൻ മെത്തേഡിലൂടെ ഓപ്ഷൻ നമുക്ക് ആൻസറിലേക്ക് എത്തണമെങ്കിൽ ഈ അടിസ്ഥാന കാര്യങ്ങളിൽ നമുക്ക് തെറ്റ് വരാൻ പാടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ അടിസ്ഥാന കാര്യങ്ങൾ എന്ത് ഉറക്കത്തിൽ ചോദിച്ചാലും നമ്മൾ അറിയണം. ഓക്കെ, ആ രീതിയിലായിരിക്കണം പഠനം കൊണ്ടുപോകേണ്ടത്. അപ്പൊ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 എന്നുള്ളത് ആദ്യം പഠിച്ചു വെക്കുക. ഇത് നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് നമ്മുടെ ഗവർണറാണ് കേട്ടോ. ഗവർണറാണ് നിയമിക്കുന്നത്. ഇനി ഗവർണർ നിയമിക്കുന്നു അല്ലെ, നിയമനം. ഇനി രാജിക്കത്ത് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്ക് തന്നെയാണ്. എത്രയാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി? ഇതൊക്കെയാണ് അടിസ്ഥാന കാര്യങ്ങൾ. ഓക്കെ, 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി എന്ന് പറയുന്നത്. 243K, ഓക്കെ, 243 സെറ്റ് എ, ഇത് രണ്ടും സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ്. കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് 243Kക്കാണ് കേട്ടോ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് 243K. അതിൽ സബായിട്ട് വരുന്നതാണ് 243 സെറ്റ് എ എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ? ഇത്രയും പോയിന്റ് ഇവിടെ ഓക്കെ ആണല്ലോ.
ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷൻ ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ, അതായത് 1993 നിലവിൽ വന്നു എന്ന് പറഞ്ഞു അല്ലെ. എങ്കിൽ 1993-96 കാലഘട്ടത്തില് MSK രാമസ്വാമിയാണ് ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ. സംസ്ഥാനത്തെ ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ MSK രാമസ്വാമിയാണ്. അദ്ദേഹം ഒന്നാമത്തെ ആള്. രണ്ടാമത്തെ ആളാരാണ്? MS ജോസഫ് ആണ്. MS ജോസഫ് ആണ് രണ്ടാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ആയത്, സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷണർ ആയത്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷണറായ വനിത ആരാണ്? നളിനി നെറ്റോ ആണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷണർ ആകുന്ന വനിത. അപ്പൊ ഫസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ MSK രാമസ്വാമി, രണ്ടാമത് ആരാന്ന് ചോദിച്ചാൽ MS ജോസഫ്, മൂന്നാമത് പറയുന്നില്ല, അതിൽ നമ്മൾ പറഞ്ഞത് വനിതയായിട്ടുള്ള കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് നളിനി നെറ്റോയാണ്. ആരാണ്? നളിനി നെറ്റോയാണ്. പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി നമ്മള് എന്തൊക്കെയാണ് ഈ സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല? എന്തൊക്കെയായിരിക്കും ചുമതലകൾ വരുന്ന സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ? എന്തൊക്കെ പേരും? വോട്ടർ പട്ടിക തയ്യാറാക്കണം അല്ലെ. അതായത് മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം വഹിക്കുക അല്ലെ. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ മേൽനോട്ടം, അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്, അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്, വോട്ടർ പട്ടിക തയ്യാറാക്കുന്നത്, സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തുക, ഇതൊക്കെ എന്താണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല. അപ്പൊ ഒറ്റൊന്ന് ആലോചിച്ചാൽ മതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് നേതൃത്വവും ചുമതല എല്ലാം നിർവഹിക്കുന്ന, വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഒക്കെ ആരാണ്? സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആണ്. ഓക്കെ ആയല്ലോ. ഇനി ഈ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അതായത് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന്റെ അവിടെ ഓഫീസ് ഉണ്ടാവും. ഇവർക്ക് ഇലക്ഷൻ കമ്മീഷന് ഒരു ഓഫീസ് ഉണ്ടാവും. അവിടെ ഇലക്ഷൻ കമ്മീഷണർക്കല്ല അവിടെ തലവൻ വരുന്നത്. അവിടുത്തെ തലവൻ എന്ന് പറയുന്നത് ആരായിരിക്കും? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന്റെ തലവൻ എന്ന് പറയുന്നത് അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അതിനു മുകളിലുമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഗവൺമെന്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് നിയമിക്കും. അവിടെ ഒരു സെക്രട്ടറി എന്നൊരു വ്യക്തി ഉണ്ടായിരിക്കും, ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കും. എവിടെ? സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ. അദ്ദേഹത്തിന്റെ യോഗ്യത എന്താണ്? അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിലും അതിനും മുകളിലുമുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ഗവൺമെന്റ് സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിൽ സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നത്. ഇദ്ദേഹമായിരിക്കും ആ ഇലക്ഷൻ അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ ഓഫീസിന്റെ തലവൻ എന്ന് പറയുന്നത് ഈ സെക്രട്ടറി ആയിരിക്കും. ഓക്കെ. ഇപ്പൊ ഈ സെക്രട്ടറി ആരാ എന്ന് ചോദിച്ചാൽ സന്തോഷ് എ. ആരാണ്? സന്തോഷ് എ. കറണ്ട് അഫെയർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ, മാറിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ. സെക്രട്ടറി സന്തോഷ് എ. ഓക്കെ. ആരാണ്? സെക്രട്ടറി സന്തോഷ് എ. എങ്കിൽ ഇപ്പോഴത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണർ ഇപ്പോൾ ആരാണ്? ഷാജഹാൻ. ആരാണ്? ഷാജഹാൻ. എത്രാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ്? 7ാമത്തെയാണ് കേട്ടോ. അദ്ദേഹം 7ാമത്തെ ഇലക്ഷൻ കമ്മീഷണറാണ് ഇപ്പോൾ ഷാജഹാൻ. പഠിച്ചു അല്ലെ. ഇനി നമ്മൾ പഠിക്കാറുണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്നല്ലേ. എന്താണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ, CEO അല്ലെ. CEO. ആരാണ്? ചീഫ് ഇലക്ടറൽ ഓഫീസർ. ആരാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർ? സഞ്ജയ് കൗൾ. ആരാണ്? സഞ്ജയ് കൗൾ. മറക്കരുത്, സഞ്ജയ് കൗൾ ആണ് കേട്ടോ. എന്താണ് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത്? നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അല്ലെ, നമ്മൾ പഠിച്ചു. സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് പഠിച്ചു. ഇവർക്ക് നേതൃത്വം കൊടുക്കണം അല്ലെ. ഇവർക്ക് നേതൃത്വം നൽകുന്നതിനും ആർക്കാണ്? നമ്മുടെ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണർക്ക്, കമ്മീഷണറും അതുപോലെ വേറെ 2 പേരും ഉണ്ടാവും അല്ലെ. അവർക്ക് നേതൃത്വം നൽകുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിക്കുന്ന ഓഫീസറാണ്. സിഇഒനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് കേട്ടോ. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് സിഇഒനെ നിയമിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കേരളത്തില് സിഇഒ ആരാണ്? സഞ്ജയ് കൗൾ. ആരാണ്? സഞ്ജയ് കൗൾ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക്
ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. ഒന്നുകൂടി വന്നാലോ? 1993 ഡിസംബർ 3 സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്നത്. ഗവർണറാണ് നിയമിക്കുന്നത്. രാജിക്കത്ത് സമർപ്പിക്കുന്നതും ഗവർണർക്കാണ്. 5 വർഷവും 65 വയസ്സുമാണ് കാലാവധി. ആർട്ടിക്കിൾ 243Kയും 243 സെഡ് എയുമാണ്. ആദ്യത്തെ ഇലക്ഷൻ കമ്മീഷണർ MSK രാമസ്വാമിയാണ്. രണ്ടാമത് MS ജോസഫ് ആണ്. ഇലക്ഷൻ കമ്മീഷണർ ആകുന്ന വനിതയാണ് നളിനി നെറ്റോ. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും മേൽനോട്ടവും നേതൃത്വവും വോട്ടർ പട്ടിക തയ്യാറാക്കലും ഇതൊക്കെയാണ് ആരുടെ ചുമതല? സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷണറുടെ ചുമതല എന്ന് പറയുന്നത്. ഇനി ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസ് ഉണ്ടാകും. ആ ഓഫീസിന്റെ തലവൻ എന്ന് പറയുന്നത് സെക്രട്ടറിയാണ്. ഇപ്പോൾ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നത് സന്തോഷ് എന്ന വ്യക്തിയാണ്. പിന്നെ ഇപ്പൊ കമ്മീഷൻ, സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ ഷാജഹാൻ 7ാമത്തെ ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി CEO നമ്മുടെ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷണറിനെ നിയന്ത്രിക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും ഒക്കെ ആയിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദ്യം വരും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണോ, കേന്ദ്ര ഗവൺമെന്റ് ആണോ, ഗവർണർ ആണോ, രാഷ്ട്രപതിയാണോ CEO നിയമിക്കുന്നത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അവിടെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. നമ്മുടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് CEOനെ നിയമിക്കുന്നത് എന്നവിടെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ ആണല്ലോ? ആരാണ് ഇപ്പൊ CEO? സഞ്ജയ് കൗള്. നമ്മളിവിടെ ഇതിലൊന്ന് നോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ 243K എന്ന് പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ ആണല്ലോ 243K. ഭാഗം 9 കേട്ടോ. ഭാഗം 9 നമ്മുടെ ഭരണഘടനയിൽ 25 ഭാഗങ്ങളില്ലേ, 25 ഭാഗങ്ങളില് 9ാമത്തെ ഭാഗത്താണ് സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇത്രയാണ്. ഇത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക. ഇപ്പൊ നിങ്ങൾ ചിലവര് വിചാരിക്കും ഇത്രയേ ഉള്ളൂ പോയിന്റ്, ഇനിയും ഉണ്ടല്ലോ, ഇനി എവിടെയും തരാൻ പോകും. അടിസ്ഥാനം ഇവിടെ ഉറപ്പിക്കാതെ ആയിരിക്കും അടുത്ത പോയിന്റുകൾക്ക് അന്വേഷണം നടക്കുക. ലാസ്റ്റ് എങ്ങനെയാണ്? അതും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. ലാസ്റ്റ് ഫുള്ള് തെറ്റുപടിച്ച് മാർക്ക് രണ്ടുപേരും. തരുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്രയും ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് നോക്കിക്കേ. ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു 4 പോയിന്റ് ഇതിൽ ഇല്ലാതിരിക്കുവോ? ഇല്ലേ? അപ്പൊ നമുക്ക് ഇതിവിടെ തറോ ആയാൽ നമ്മളവിടെ നമുക്കൊരു മാർക്ക് അവിടെ ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ അങ്ങനെ പഠിക്കുക കേട്ടോ. നമുക്കിനി രണ്ടാമത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ അതിലെല്ലാവരും നിങ്ങളും ഞാനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. ഇനി നമുക്ക് കേരള PSCയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് പഠിക്കാം. 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. കേരളം നിലവിൽ വന്ന അതേ വർഷം തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനും നിലവിൽ വന്നു. എവിടെയാണ് ആസ്ഥാനം? എവിടെയാണ്? തിരുവനന്തപുരത്ത് പട്ടം അല്ലെ, തുളസി ഹിൽസ്. എവിടെയാണ് ആസ്ഥാനം? കേരള PSCയുടെ ആസ്ഥാനം തിരുവനന്തപുരത്ത് പട്ടം, പട്ടം തുളസി ഹിൽസ്. എന്താണ്? തുളസി ഹിൽസ് പഠിച്ചു. ഇത് 2 പോയിന്റ് പഠിച്ചോ? 1956 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. തിരുവനന്തപുരത്ത് പട്ടം തുളസി ഹിൽസ് ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇനി ഈ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുൻഗാമിയാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുൻഗാമിയാണ്. 1936 തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നീട് 1956 എന്തായി? കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് മാറുകയാണ് ചെയ്തത്. ഈ തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ GD നോക്സ് ആണ്. GD നോക്സ് ആണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ആരാണ്? GD നോക്സ്. എങ്കിൽ 1956 ഇത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനായി എന്ന് പറഞ്ഞു. എങ്കിൽ ആദ്യത്തെ ചെയർമാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ 1956 നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ ചെയർമാൻ ആരാണ്? VK വേലായുധൻ. ആരാണ്? VK വേലായുധനാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. എങ്കിൽ രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? മരിയാർ പുത്തം. നമ്മൾ ആദ്യത്തെയൊക്കെ എപ്പോഴും പഠിക്കാറുണ്ട്, 1-2 പഠിച്ചു വെക്കണം കേട്ടോ. VK വേലായുധൻ ഒന്നാമത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ. രണ്ടാമത്തെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനാണ് മരിയാർ പുത്തം. ആരാണ്? മരിയാർ പുത്തം. ഇനി നിലവില്
ആർട്ടിക്കിൾ ഏതാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ആർട്ടിക്കിൾ 315 ഒന്നാണ് കേട്ടോ. 315. നമ്മുടെ എക്സാം കഴിയുന്ന ടൈം എപ്പോഴാണ്? നമുക്ക് എക്സാം വന്നിരിക്കും, നമ്മൾ അങ്ങോട്ട് ഹാളിൽ കയറി കഴിഞ്ഞാൽ 3:15 നമുക്ക് ഈ എക്സാം കഴിയില്ലേ? അപ്പൊ 3:15 കേട്ടോ. അത് ആലോചിച്ചാൽ മതി. ആർട്ടിക്കിൾ 315 കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. അത് പഠിച്ചു. ഇനി ഭാഗം ഏതു ഭാഗത്താണ്? 14ാം ഭാഗത്തിലാണ് പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. നമ്മൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ഏതു ഭാഗം പറഞ്ഞു? 9 എന്ന് പറഞ്ഞു അല്ലെ? 14ാം ഭാഗത്താണ് 315 ആർട്ടിക്കിൾ 315 പ്രകാരമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി നമുക്ക് ഓർഡർ ആയിട്ട് പഠിച്ചു പോകാം കേട്ടോ. 315 1. ഓക്കെ, ഇതാണ് കേരള PSC അല്ലെ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകരിച്ചത് 315 ആർട്ടിക്കിൾ 315 1 ഭാഗം 14 ഒന്ന് പഠിച്ചു. ഇനി നമുക്ക് അടുത്ത ആർട്ടിക്കിൾ 316. 315 കഴിഞ്ഞ ഏതാണ്? 316. ഇതാണ് നമ്മുടെ കേരള PSCയില് ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ് അല്ലെ? PSC ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. ഓക്കെ, നിയമനം പഠിക്കണേ. PSC ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 316 പ്രകാരമാണ് ഗവർണർ കേരള PSC ചെയർമാനെ നിയമിക്കുന്നത്. അത് പഠിച്ചു. ഇനി നമുക്ക് 317. അപ്പൊ നമുക്ക് നിയമിക്കുന്നത് പഠിച്ചു. എങ്കിൽ നമുക്ക് ഇനി അടുത്ത് നീക്കം ചെയ്ത് പഠിക്കണ്ടേ? പ്രസിഡന്റ് ആണ്. നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നത്. കേരള PSC ചെയർമാനെ നീക്കം ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്, ആർട്ടിക്കിൾ 317 പ്രകാരം. ഇനി 321 എന്താണ്? ഈ PSC കമ്മീഷന്, അതായത് പബ്ലിക് സർവീസ് കമ്മീഷന് അധിക ചുമതല കൊടുക്കുകയാണെങ്കിൽ അധിക ചുമതല കൊടുക്കുന്നത് ആർട്ടിക്കിൾ 321 പ്രകാരമാണ്. ആർട്ടിക്കിൾ 323 വാർഷിക റിപ്പോർട്ട്. PSC പബ്ലിക് സർവീസ് കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കില്ലേ? ആർക്കാണ്? ഗവർണർക്ക്. ആർക്കാണ്? ഗവർണർക്കാണ് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 323 2 പ്രകാരമാണ് ഗവർണർക്ക് PSC എന്ത് ചെയ്യുന്നത്? വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇനി എത്രയാണ് കാലാവധി? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ്. എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 62 വയസ്സാണ് ഇതിന്റെ കാലാവധി. പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗങ്ങളുടെ കാലാവധി. ഇനി എത്ര പേരുണ്ടാകും ഒരു PSC ഓഫീസിലെ? പബ്ലിക് സർവീസ് കമ്മീഷനിൽ എത്ര പേരുണ്ടാകും? ചെയർമാൻ അടക്കം. ചെയർമാൻ, ഓക്കെ, ചെയർമാൻ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. എത്ര പേരാണ്? 21 അംഗങ്ങൾ. എത്രയാണ്? 21 അംഗങ്ങളാണ്. പഠിച്ചല്ലോ. ഇനി പബ്ലിക് സർവീസ് കമ്മീഷന് ചുമതലകളുണ്ട് അല്ലെ? എന്തൊക്കെയാണ്? എക്സാം നടത്തണം, കാര്യങ്ങളെല്ലാം അല്ലെ? നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എക്സാമുകളായിട്ടുമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ആ ചുമതലകളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 320. ഇവിടെ ഇടയിലൊന്നും വിട്ടുപോയതാണ് കേട്ടോ. 320 ആണ് എന്ത് പറയുന്നത്? PSC അതായത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പറയുന്നത് 320. ഇനി അധിക ചുമതല കൊടുക്കുകയാണെങ്കിൽ അത് 321. പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഇത് പഠിച്ചാൽ മതി. നിങ്ങൾ അങ്ങനെ അങ്ങേയറ്റം പോകണ്ട. ലാസ്റ്റ് ചെറിയ പോയിന്റും ഉണ്ടായില്ല, വലിയ പോയിന്റും ഉണ്ടായില്ല, ഇടത്തരം പോയിന്റും ഉണ്ടായില്ല, ഏതും ഉണ്ടായില്ല, കയ്യിലൊന്നും ഉണ്ടായില്ല. ലാസ്റ്റ് എന്താ പഠിച്ചു ചോദിച്ചാൽ എന്താണെന്ന് അറിയില്ല. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSCനെ കുറിച്ചിട്ട് എന്താണ് ചോദിക്കുന്ന സമയത്ത് 1956 നവംബർ 1, ഓക്കെ, 1956 കേട്ടോ, അത് പഠിച്ചാൽ മതി. 1956 അത് മനസ്സിലാക്കുക. കേരളം നിലവിൽ വന്ന സമയത്ത് തന്നെ നമ്മുടെ കേരള PSC നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കുക. 1956 നിലവിൽ വന്നു. തിരുവനന്തപുരത്ത് പട്ടത്ത് തുളസി ഹിൽസ് ആണ് ആസ്ഥാനം. ഇതിന്റെ മുൻഗാമി ആദ്യം തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഉണ്ടായിരുന്നത് 1936. അത് കഴിഞ്ഞ് 20 വർഷം കഴിഞ്ഞ ശേഷമാണ് 1956 നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷനായിട്ട് ഇത് മാറിയത്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ ആകുന്ന സമയത്ത് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ GD നോക്സ് ആയിരുന്നു. 1956
കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ വരികയും അതിന്റെ ആദ്യത്തെ ചെയർമാനായിട്ട് VK വേലായുധൻ അധികാരമേൽക്കുകയും ചെയ്തു. രണ്ടാമത് ചെയർമാനായിട്ട് മരിയാർ പുത്തവും. കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നമുക്ക് ആർട്ടിക്കിൾ പിന്നെ പഠിക്കും. നോക്കാട്ടോ, ഒന്നായിട്ട് നോക്കാം. പിന്നെ 6 വർഷവും 62 വയസ്സുമാണ് PSC ചെയർമാന്റെ കാലാവധി. 6 വർഷവും 62 വയസ്സുമാണ്. ചെയർമാൻ അടക്കം 21 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ 315 നമ്മളെ എക്സാം വിടുന്ന സമയം ആലോചിക്കുക. അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പോകാം കേട്ടോ. നമുക്ക് അതൊന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. 315 ഒന്നാണ് നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. PSC വരുന്ന ഭാഗം 14 ഏതാണ്? ഭാഗം 14 PSC രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. PSC രൂപീകരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315 1. അടുത്തത് 315 കഴിഞ്ഞാൽ അടുത്തത് 316. എന്താണ്? ഗവർണറാണ് PSC കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. ഇനി 317 പ്രസിഡന്റ് ആണ് നീക്കം ചെയ്യുന്നത്. 320 PSC ചെയർമാന്റെ അതായത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 320. 321 അധിക ചുമതലയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 323 വാർഷിക റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കുന്നത്. ഇതൊക്കെയാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാനുള്ളത്. നമുക്കിനി മൂന്നാമത്തേത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചിട്ട് പഠിക്കാം കേട്ടോ. ഇനി ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞു, പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞു. മൂന്നാമത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വന്നത്? 1994 ഏപ്രിൽ മാസം 23-ാം തീയതിയാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. ഇത് ആദ്യം പഠിക്കാം. ഓക്കെ, സംസ്ഥാനം ഇത് വർഷം മാറ്റി തന്നാൽ നമുക്ക് കൺഫ്യൂഷൻ ആയില്ലേ. 1994 ഏപ്രിൽ മാസം 23-ാം തീയതി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നു. ധനകാര്യ കമ്മീഷന്റെ കാലാവധി 5 വർഷം. ഓക്കെ, കാലാവധി എത്രയാണ്? 5 വർഷമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി. 5 വർഷമാണ്. ഭാഗം 9 നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ പഠിച്ചില്ലേ? ഭാഗം 9 അതേപോലെ ധനകാര്യ കമ്മീഷനും ഭാഗം 9-ൽ തന്നെയാണ്. നമ്മൾ 243K ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഇവിടെ 243I ഏതാണ്? 243I-യും 243Y-യും. ഓക്കെ, 243I 243Y ഭാഗം 9 സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നത്. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ് കേട്ടോ. ഗവർണർക്കാണ് നിയമിക്കുന്നത്. ഓക്കെ, ആർക്കാണ്? ഗവർണർക്ക് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ്? ഗവർണർ തന്നെയാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നതും ആർക്ക് തന്നെയാണ്? ഗവർണർക്ക് തന്നെയാണ്. അത് പഠിച്ചു. ഇനി നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷൻ 1994 ഏപ്രിൽ 23-ന് നിലവിൽ വന്നു എന്ന് പറഞ്ഞു അല്ലേ? അതിന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? PM എബ്രഹാം. ആരാണ് ആദ്യത്തെ ചെയർമാൻ? ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഓക്കെ, PM എബ്രഹാം ആണ് ഫസ്റ്റ് ചെയർമാൻ. ആരാണ് ഫസ്റ്റ് ചെയർമാൻ? PM എബ്രഹാം. രണ്ടാമത്തെ ചെയർമാൻ ആരാണ്? പ്രഭാത് പട്നായിക്. പ്രഭാത് പട്നായിക്. ഓക്കെ, പ്രഭാത് പട്നായിക്. മൂന്നാമത് ആരാണ്? രവീന്ദ്രൻ നായർ. മൂന്നാമത് രവീന്ദ്രൻ നായർ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ വന്നൂടെ, ഇതുവരെ ധനകാര്യ കമ്മീഷനിൽ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആകാത്ത വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ട് 4 ഓപ്ഷൻ തന്നാൽ ഓക്കെ, വെറുതെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക കേട്ടോ. ഫസ്റ്റത്തെ എന്തായാലും പഠിക്കണം കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. PM എബ്രഹാം ആണ് ഫസ്റ്റ് ചെയർമാൻ. രണ്ടാമത് പ്രഭാത് പട്നായിക്. മൂന്നാമത് രവീന്ദ്രൻ നായർ. നാലാമത് ഉമ്മൻ. ആരാണ്? നാലാമത് ഉമ്മൻ. അഞ്ചാമത് പ്രകാശ്. ആറാമത് വിജയാനന്ദ്. ആരാണ്? വിജയാനന്ദ്. പഠിച്ചു അല്ലേ? ഓക്കെ, ആരൊക്കെയാണ്? ഒന്നാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ എബ്രഹാം, രണ്ടാമത് പ്രഭാത് പട്നായിക്, മൂന്നാമത് രവീന്ദ്രൻ നായർ, നാലാമത് ഉമ്മൻ, അഞ്ചാമത് പ്രകാശ്, ആറാമത് വിജയാനന്ദ്. ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 3 അംഗങ്ങളാണ് കേട്ടോ. ചെയർമാൻ ഉൾപ്പെടെ സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ്? 3 അംഗങ്ങളാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ഉള്ളത്. പഠിച്ചു. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ വരിക?
ഓക്കെ, ധനകാര്യ കമ്മീഷന്റെ ചുമതലകൾ അതെന്തായാലും സാമ്പത്തിക ഇടപാടുമായിട്ടായിരിക്കും അല്ലേ. നമ്മുടെ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണല്ലോ, അതുകൊണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുമായി പങ്കുവെക്കേണ്ട സംസ്ഥാന നികുതികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. ആര്? ധനകാര്യ കമ്മീഷൻ. തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് കൊടുക്കേണ്ടിട്ടുള്ള നികുതികൾ, ഓക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കേണ്ട നികുതികൾ എന്ത് ചെയ്യണം? തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീതിച്ചു കൊടുക്കണം. പിന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാം സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുക. എന്താണ് അവിടുത്തെ സാമ്പത്തികം, എന്തിനു വേണ്ടി നീക്കിവെച്ചു, ഏതിനു വേണ്ടിയിട്ടാണ് നീക്കിവെച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യണം. നമ്മൾ കണ്ടിട്ടില്ലേ, പത്രങ്ങളിലൊക്കെ നമ്മൾ ന്യൂസ് കാണാറുണ്ട് അല്ലേ, അതായത് ഫണ്ട് ഉണ്ടായിരുന്നു എന്നിട്ടും അതിനു വേണ്ടിയിട്ട് അവർ ചെലവാക്കിയിട്ടില്ല അല്ലേ, അതായത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും വാർഡ് മെമ്പർമാരൊന്നും അതിന് ചെലവാക്കിയിട്ടില്ല എന്നൊക്കെ പണ്ട് പറയില്ലേ, ഫണ്ട് ഉണ്ടായിട്ട് പോലും എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഫണ്ടില്ല അത് ചെയ്യാൻ ഇതില്ല എന്നൊക്കെ പറയുന്നൊക്കെ. അപ്പൊ തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ അവലോകനം ചെയ്യുന്നത് ആര് തന്നെയാണ്? ധനകാര്യ കമ്മീഷനാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതും ആരുടെ ചുമതല? ധനകാര്യ കമ്മീഷന്റെ ചുമതലയാണ്. അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഒരു തുക നീക്കി വെക്കേണ്ടി വരും അല്ലേ, ആ നീക്കി വെക്കാവുന്നതും വിനിയോഗിക്കാവുന്നതുമായ നികുതികളും തീരുവകളും ഒക്കെ നിശ്ചയിക്കുന്നത്, അതായത് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തില് എത്രത്തോളം നികുതി ചെലവാക്കണം, എത്രത്തോളം നികുതി ഈടാക്കണം, എങ്ങനെയാണ് സാമ്പത്തിക സ്ഥിതി അവിടെ മെച്ചപ്പെടുത്താൻ കഴിയുക, എങ്ങനെയാണ് ഫണ്ട് നീക്കി വെക്കേണ്ടത്, അങ്ങനെ എല്ലാ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണ്? സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷനാണ്. ഒന്നുകൂടി നമുക്ക് നോക്കിയാലോ, കഴിഞ്ഞു കേട്ടോ. അപ്പൊ 1994 ഏപ്രിൽ 23 നിലവിൽ വന്നു. പഠിച്ചു. 5 വർഷമാണ് കാലാവധി. ഭാഗം 9 തന്നെയാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനും ധനകാര്യ കമ്മീഷനും ഭാഗം 9 തന്നെയാണെന്ന് മനസ്സിലാക്കുക. 243 ആണ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ട് പറയുന്നതെങ്കിൽ 243 243 ധനകാര്യ കമ്മീഷനെ കുറിച്ചിട്ടാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഫസ്റ്റത്തെ ചെയർമാൻ, അതായത് ഫസ്റ്റ് ഇലക്ഷൻ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ PM എബ്രഹാം ആണ്. രണ്ടാമത് പട്നായിക്കാണ്. മൂന്നാമത് രവീന്ദ്രൻ നായരാണ്. നാലാമത് ഉമ്മനാണ്. അഞ്ചാമത് പ്രകാശാണ്. ആറാമത് വിജയാനന്ദാണ്. 3 അംഗങ്ങളാണ്, ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് ധനകാര്യ കമ്മീഷനിലുള്ളത്. ചുമതലകൾ പറഞ്ഞല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും നിയന്ത്രിക്കുന്നതും അതിനുവേണ്ടിയുള്ള മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ സംസ്ഥാനത്തെ ധനകാര്യ കമ്മീഷനാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. ഒക്കെ പഠിച്ചല്ലോ. 5 വർഷമാണ് കാലാവധി കേട്ടോ. 5 വർഷമാണ് ആരുടെ കാലാവധി? സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ കാലാവധി. ഇനി ജില്ലാ ആസൂത്രണ കമ്മിറ്റിയെ കുറിച്ചിട്ട് പഠിക്കാം. ഓക്കെ, ജില്ലാ ആസൂത്രണ കമ്മിറ്റി രൂപീകരണം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 243 സെഡ് ഡി ആണ്. 243 വന്നപ്പോൾ തന്നെ, ഈ സെഡ് വന്നപ്പോൾ തന്നെ നമുക്ക് ഭാഗം ഏതാന്ന് മനസ്സിലായില്ലേ? ഭാഗം 9A ആണ് കേട്ടോ. നമ്മൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ പഠിച്ചു. ഏതാണ്? ഭാഗം 9 പറഞ്ഞു. ഭാഗം എന്താണ്? 9ാം ഭാഗത്തിൽ അല്ലേ. ഇത് ആർട്ടിക്കിൾ എത്ര വന്നു? 243K വന്നു. ഇതോ ധനകാര്യ കമ്മീഷനോ 243 ഐയും 243 വൈയും വന്നു അല്ലെ. ഇതിലും 243 തന്നെ വന്നു. ഏതാണ്? ജില്ലാ ആസൂത്രണ കമ്മിറ്റി 243 സെഡ് ഡി. ഭാഗമോ 9A ആണ് കേട്ടോ. 9 അല്ല, 9A വരുന്നുണ്ട് ജില്ലാ ആസൂത്രണ കമ്മിറ്റി എന്ന് പറഞ്ഞത്. ഈ ജില്ലാ ആസൂത്രണ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കായിരിക്കും? ജില്ലാ ആസൂത്രണ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റി പ്ലാനിംഗ് കമ്മിറ്റിയാണ്. അവിടെ നോട്ട് ചെയ്യണം. ആർക്കായിരിക്കും? നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് കേട്ടോ. അവിടെ ഗവർണർക്കല്ല. നോട്ട് ചെയ്യണം. റിപ്പോർട്ട് ജില്ലാ ആസൂത്രണ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. ഇനി ഈ ജില്ലാ ആസൂത്രണ കമ്മിറ്റിക്ക് ഒരു ഘടന ഉണ്ടാക്കണം അല്ലേ. അതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? സംസ്ഥാന നിയമസഭയാണ് കേട്ടോ. സംസ്ഥാന നിയമസഭയാണ് ഘടന. ജില്ലാ ആസൂത്രണ കമ്മിറ്റിക്ക് ഏത് രീതിയിലുള്ള ഘടനയാണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാന നിയമസഭയാണ്. റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. എങ്കിലേ ഈ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചുമതലകൾ എന്തൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി വരുന്നത്? നമ്മുടെ എന്തായാലും നമ്മൾ സംസ്ഥാനം എടുക്കുമ്പോൾ അവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണല്ലോ അവിടെ മുൻതൂക്കം വരിക. എന്താണ്? നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് എന്ത് ചെയ്യണം? അംഗീകാരം നൽകുന്നത് ജില്ലാ ആസൂത്രണ കമ്മിറ്റിയാണ്. പിന്നെ നമ്മുടെ ജില്ലയുടെ മുഴുവനായിട്ടുള്ള വികസന പദ്ധതിയുടെ കരട് തയ്യാറാക്കുക. വികസന പദ്ധതിയുടെ കരട്. ഇപ്പോൾ ഒരു ജില്ല, അപ്പൊ നമ്മളൊരു പാലക്കാട് ജില്ല എടുത്തു. ആ
പാലക്കാട് ജില്ലയുടെ വികസന പദ്ധതികൾ എന്തൊക്കെ ചെയ്യണം, ഇന്ന ഭാഗങ്ങളിൽ ഇന്നതൊക്കെ ചെയ്യാനുണ്ട്, അതിൻ്റെയൊക്കെ ഒരു കരട് തയ്യാറാക്കേണ്ടതും ആര് തന്നെയാണ്? ജില്ലാ ആസൂത്രണ കമ്മിറ്റിയാണ്. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾ ജില്ലാതലത്തിൽ, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പറയുമ്പോൾ ഒരു ഗ്രാമപഞ്ചായത്താണ് അല്ലേ, ഒരു ഗ്രാമത്തിലാണ് അല്ലേ, ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിലാണ് എങ്കിൽ ഇവരൊക്കെ തയ്യാറാക്കുന്ന പദ്ധതികൾ എന്ത് ചെയ്യണം? നമ്മുടെ മൊത്തം ജില്ലാതലത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യണം? വ്യാപിപ്പിക്കണം അല്ലെ. ഒരു ജില്ലാ മൊത്തത്തിലും ഈ ചെറിയ ചെറിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഗ്രാമങ്ങളിലെ ബേസ് ചെയ്ത് നിൽക്കുന്നു. ഇവരുടെ പദ്ധതികളൊക്കെ എന്ത് ചെയ്യണം? ആ ജില്ലയെ മൊത്തം അങ്ങോട്ട് വ്യാപിപ്പിച്ചിട്ട് അവിടെ എന്ത് ചെയ്യണം? വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരണം. ഇതൊക്കെ ആരുതാണ്? ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചുമതലകളാണ്. അപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകുന്നതും വികസന പദ്ധതിയുടെ കരട് തയ്യാറാക്കുന്നതും പിന്നെ ജില്ലാതലത്തിൽ പദ്ധതികളൊക്കെ ഏകോപിപ്പിക്കുന്നതും ഒക്കെ ജില്ലാ ആസൂത്രണ കമ്മിറ്റിയുടെ ചുമതലകളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, ഞാൻ എന്നൊരു സജഷൻ പറയാണ്. നമ്മൾ ഈ കമ്മീഷൻസ് ഒക്കെ പഠിക്കില്ലേ, ഇപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ ഒക്കെ പഠിക്കാനുണ്ട്. നമ്മൾ കേരളത്തിലെ ആദ്യം, ഇപ്പോൾ കേരളം ഭരണ സംവിധാനത്തിൽ പഠിക്കുമ്പോൾ കേരളത്തിലെ ഭരണ സംവിധാനങ്ങളാണ് ചോദിച്ചത് അല്ലേ. അവിടെ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങൾ 4 പഠിച്ചു. ഇനി നമുക്ക് ഏതൊക്കെ പഠിക്കാനുണ്ട്? മനുഷ്യാവകാശ കമ്മീഷൻ അല്ലേ, കേരള മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ ഉണ്ട്. അതെന്താണ്? അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആ കമ്മീഷൻസ് ഫുള്ളും പഠിക്കണം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പം നമ്മൾ, എൻ്റെ ഒരു അഭിപ്രായമാണ്, നിങ്ങൾക്ക് വേറെ സജഷൻ ആണെങ്കിൽ സജഷൻ പറയാം കേട്ടോ. കാരണം കേരളത്തിലെ നമ്മൾ എല്ലാ കമ്മീഷനും, നമ്മുടെ സംസ്ഥാനം അല്ലേ, നമ്മുടെ സംസ്ഥാനത്തുള്ള കമ്മീഷൻസിനൊക്കെ നമ്മൾ വ്യക്തമായി പഠിച്ചു. എന്നിട്ട് നമ്മൾ കേന്ദ്രത്തിലേത് പഠിക്കുക. അല്ലാതെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, കേന്ദ്രത്തിലെയും കമ്മീഷൻ എടുക്കുമ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പഠിച്ചു ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്രത്തിലെ ഇലക്ഷൻ കമ്മീഷനും പഠിച്ചു, ഒപ്പം സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷനും ഒപ്പം പഠിക്കും. അപ്പോൾ ആകെ എന്താണ്, അവിടെയാണോ ഇവിടെയാണോ അതാണ് ഇതാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. പിന്നെ നിങ്ങൾ ഒരു ചെറിയ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ ചാനൽ ഇപ്പോൾ കുറച്ചല്ലേ ആയിട്ടുള്ളൂ, നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ, അതിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ചെറിയൊരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. അപ്പോൾ ഒരു കമ്മീഷൻ എഴുതി, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എഴുതി, ഇപ്പോൾ കാലാവധി ഇത്രയാണ്, അതിൽ അംഗസംഖ്യ ഇത്രയാണ്, ഇപ്പോഴാണ് നിലവിൽ വന്നത്, ഇതിൽ ആദ്യ ചെയർമാൻ, അങ്ങനെയുള്ള ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് എല്ലാ കമ്മീഷൻ്റെയും ഇങ്ങനെ ഷോർട്ട് ആക്കിയിട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് റിവിഷൻ ചെയ്യുമ്പോൾ അവിടെ അംഗസംഖ്യകളും കാലാവധിയും ഒന്നും നമുക്ക് എന്ത് ചെയ്യില്ല, മറക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് നാളെ എന്ത് ചെയ്യാൻ, ഇനിയിപ്പോൾ നാളെ കമ്മീഷൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള കമ്മീഷൻസ്, അതായത് അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കേട്ടോ, ഭരണഘടനാ സ്ഥാപനമല്ല. അല്ലെങ്കിൽ നമുക്കൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും നമുക്ക് നാളെ കാണാം. നന്നായി പഠിക്കണം കേട്ടോ, ഓർഡറായിട്ട് പഠിച്ചു വരിക. പ്രീവിയസ് ക്വസ്റ്റ്യൻ മസ്റ്റാണ് കേട്ടോ, മസ്റ്റാണ്, ഒഴിവാക്കരുത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.